ഈ വീഡിയോ 2 ദിവസം മുമ്പ് വരേണ്ടതായിരുന്നു, പക്ഷേ ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ എല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിച്ചത് വോയിസ് റെക്കോർഡ് ആവുന്നുണ്ടായിരുന്നില്ല. മൈക്ക് ഓൺ ആക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ വീണ്ടും ചെയ്യേണ്ടി വന്നു. പിന്നെ നമുക്ക് ജോൺ ജോൺസ് വേഴ്സസ് ആസ്പിനാൽ ഫൈറ്റിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അത് വേറെ എവിടെ നിന്നല്ല, ടോം ആസ്പിനാലിൻ്റെ ചാനലിൽ നിന്നാണ്. അതായത് എനിക്ക് ക്ലിപ്പ് ഇവിടെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, കോപ്പിറൈറ്റിൻ്റെ കാര്യം എനിക്കറിയില്ല. എനിവേ സംഭവം ഇതാണ്, ടോം ആസ്പിനാൽ ഇതുപോലെ UFC പുറകെ ജോൺസ് വേഴ്സസ് ആസ്പിനാൽ ഫൈറ്റിന് വേണ്ടി നടക്കുന്നുണ്ടായിരുന്നു. UFC സൂപ്പർ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ആ ഒരു ഫൈറ്റിന് വേണ്ടി UFC വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. കാര്യം ഇപ്പം നടന്നു കഴിഞ്ഞാൽ UFCയുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ ഫൈറ്റായിട്ട് അത് മാറി. ബൈ ദ വേ തമിഴിൽ കണ്ടിട്ട് ചാടി വന്നിട്ട് ആരും നിനക്ക് ജോൺ ജോൺസിനെ കുറിച്ചൊന്നും അറിയത്തില്ല, ജോൺ ജോൺസ് വേറെ ലെവലാണെന്നും ദയവ് പറയരുത്. കാരണം ഞാൻ ജോൺ ജോൺസ് വേഴ്സസ് ആസ്പിനാലിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തതാണ്, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടത്. അന്നേരം നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും ഈ ഒരു ഫൈറ്റിനെ പറ്റിയിട്ട്. അന്നേരം ടോം ആസ്പിനാലിൻ്റെ ചാനലിൽ കൂടെ പുള്ളി പറഞ്ഞായിരുന്നു ഇതുപോലെ ഫൈറ്റിന് വേണ്ടി നടക്കുന്ന UFC ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷേ പ്രധാന പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ജോൺ ജോൺസിൻ്റെ സൈഡിൽ നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല എന്നുള്ളതാണ്. അതാണ് പ്രധാന ഇഷ്യൂ. കാര്യം ഈ ഒരു ഫൈറ്റ് നടക്കുന്നതിന് ഒരേ ഒരു ഹിൻഡ്രൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്, ഒരേ ഒരു തടസ്സം എന്ന് പറയുമ്പോഴത്തേക്ക് ജോൺ ജോൺസ് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ജോൺ ജോൺസ് ഇതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതേ ഇല്ല. ഓക്കെ, ഇതാണ് പ്രധാന പ്രശ്നം. ഇത്രയും നാളായിട്ട് നമ്മൾ എത്ര നാളായിട്ട് ഈ ഒരു ഫൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് ജോൺ ജോൺസിൻ്റെ സൈഡിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും വരുന്നില്ല. ജോൺ ജോൺസ് തന്നെ ടോം ആസ്പിനാലിനെ ഡിസർവിങ് അല്ലാന്ന് പറഞ്ഞ് ഇത്രയും ഒരു ഫൈറ്റ് ഹൈപ്പപ്പ് ചെയ്തിട്ട് അവസാനം ഇതിനെപ്പറ്റി മിണ്ടാതിരിക്കുക, ഒഴിവാക്കി നടക്കുക, ലിറ്ററലി ഡക്ക് ചെയ്യുക. അന്നേരം ജോൺ ജോൺസ് ഡക്ക് ചെയ്യുകയാണെന്ന് പറയുമ്പോഴത്തേക്ക് ജോൺ ജോൺസ് ഫാൻസ് എല്ലാം കൂടെ വന്നിട്ട് ജോൺ ജോൺസ് അങ്ങനെയല്ല, ജോൺ ജോൺസിൻ്റെ മെൻറ്റാലിറ്റി ഡിഫറൻ്റ് ആണ്, ജോൺ ജോൺസ് നിങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡയലോഗ്സാണ്. ഇപ്പം ഈ ഒരു ഫൈറ്റിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ജോൺ ജോൺസ് ഫാൻസ് പറയുന്നത് ഭയങ്കര ഒരു സൂപ്പർ ക്രിഞ്ചി ഒരു ഡയലോഗാണ്. അതായത് ജോൺ ജോൺസിന് ആസ്പിനാലിൻ്റെ ആവശ്യമില്ല, ആസ്പിനാലിൽ ജോൺ ജോൺസിനെയാണ് വേണ്ടത്, അതുകൊണ്ട് ജോൺസിന് അവിടെ സേ ഉണ്ട് എന്നുള്ള രീതിയിൽ. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമേ പറഞ്ഞ കാര്യം കറക്റ്റാണ്. അതായത് ജോൺ ജോൺസിന് ആസ്പിനാലിനെ വേണ്ട കാര്യമില്ല. ഇപ്പോൾ ആസ്പിനാൽ ഇല്ലെങ്കിലും, ആസ്പിനാലിൻ്റെ ഫൈറ്റ് ജയിച്ചില്ലെങ്കിലും, അല്ലെങ്കിൽ ആസ്പിനാലെ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ജോൺ ജോൺസിൻ്റെ ലെഗസി അവിടെ സേഫാണ്. ജോൺ ജോൺസ് ബാക്കിയുള്ളവരെക്കാൾ എത്രയോ മേളിൽ നിൽക്കുന്ന ആളാണ്. അത് ഫോർ എവർ അങ്ങനെ തന്നെയായിരിക്കും. കാര്യം ആ ആക്ടിവിറ്റി ആരൊക്കെ കഴിഞ്ഞു, ഇനി ആ ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റി ഒന്നും ഇനി കാണത്തില്ല. അതുകൊണ്ട് തന്നെ ജോൺ ജോൺസിൻ്റെ ലെഗസി അവിടെ സേഫാണ്. ജോൺ ജോൺസിൻ്റെ മേളിൽ ആരെങ്കിലും വരണമെങ്കിൽ ഇനി സൂപ്പർ ആക്റ്റീവായിട്ടുള്ള ഏതെങ്കിലും ട്രിപ്പിൾ ചാമ്പ്യൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ജോൺ ജോൺസിൻ്റെ മേളിൽ വരാൻ ചാൻസ് ഉള്ളൂ. അല്ലാത്ത പക്ഷം ജോൺ ജോൺസ് എപ്പോഴും വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് കോമ്പാറ്റ് സ്പോർട്സ് അത്ലീറ്റായിട്ട് അവിടെ കാണും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോൺ ജോൺസിന് ലെഗസി സേഫ് ആക്കാൻ വേണ്ടി ആസ്പിനാലിൻ്റെ കാര്യമില്ല. പക്ഷേ ആസ്പിനാലിന് ശരിക്കും ജോൺ ജോൺസിനെ അല്ല വേണ്ടത്, ആസ്പിനാലിന് വേണ്ടത് ടൈറ്റിലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, എസ്പെഷ്യലി ജോൺ ജോൺസ് ഫാൻസ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, ഒരു കറണ്ട് ചാമ്പ്യനാണ് ജോൺ ജോൺസ്. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻ്റെതായിട്ടുള്ള കുറേ ഡ്യൂട്ടീസ് ഉണ്ട്. ഇപ്പോൾ ടോം ആസ്പിനാലിൽ ഇൻറ്ററിം ബെൽറ്റ് ഡിഫെൻഡ് ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ്, ഇൻറ്ററിം ബെൽറ്റ് ഡിഫെൻഡ് ചെയ്തിട്ട് നിൽക്കുകയാണ്. പിന്നെ ഈ ഒരു ഇൻറ്ററിം ബെൽറ്റ് ഡിഫൻസ് ശരിക്കും പറഞ്ഞാൽ അൺനെസറി ആയിരുന്നു. പക്ഷേ ശരിക്കും ആ ഒരു ബെൽറ്റ് ഡിഫെൻഡ് ചെയ്ത് നന്നായി. കാരണം ഡിഫെൻഡ് ചെയ്ത് കർട്ടിസ് ബ്ലേഡ്സിനെതിരെയാണ്. അതായത് ടോം ആസ്പിനാലിൻ്റെ കരിയറിൽ ഒരു പ്രോപ്പർ ലോസ് അല്ലെങ്കിൽ പോലും ഒരു ലോസ് ആയിട്ട് ബ്ലാക്ക് മാർക്ക് ആയിട്ട് കിടന്ന സംഭവമാണ് കർട്ടിസ് ബ്ലേഡ്സുമായിട്ടുള്ള ഫൈറ്റ്. അതിനും ആ ഒരു സംഭവം അവൻ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെയാണ് ആസ്പിനാലിൽ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാതെ തന്നെ ആ ഒരു ഫൈറ്റ് ടേക്ക് ചെയ്യുകയും ജയിക്കുകയും ചെയ്തത്. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു അൺഡിസ്പ്യൂട്ടഡ് ഇൻട്രീം ചാമ്പ്യനായിട്ട് അവിടെ നിൽക്കുന്ന ആളാണ് ടോം ആസ്പിനാൽ. എന്നാൽ ജോൺ ജോൺസ് അവിടെ ഒരു ഡിസ്പ്യൂട്ടഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനാണ്. അതായത് ആ ഒരു സംഭവം, ആ ഒരു തർക്കം അവിടെ തീർക്കാൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ജോൺ ജോൺസ് ഫൈറ്റ് അക്സെപ്റ്റ് ചെയ്യുക, ടോം ആസ്പിനാലിൻ്റെ ഫൈറ്റ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ടോം ആസ്പിനാലിൻ്റെ കാര്യമാണെങ്കിൽ ടോം ആസ്പിനാൽ വളരെ യങ്ങറാണ്, ഇതുപോലെ തന്നെ സൂപ്പർ ടാലൻറ്റഡ് ഹെവി വെയിറ്റ് ആണ്. അതിന് ശരിക്കും പറഞ്ഞാൽ ആസ് ഫൈറ്റ് ഫാൻസ് നമുക്കെന്ന് പറയുന്നത് നല്ല ഫൈറ്റ്സ് കാണണം. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഈ ടോം ആസ്പിനാലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്, ഹെവി വെയിറ്റിൽ ശരിക്കും ഫ്യൂച്ചർ ഒരു ഗോട്ടാവാനുള്ള ചാൻസ് ഉള്ള ആളാണ്. അതായത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇലിയ ടൊപ്പുരയുടെ ഒരു ഹെവി വെയിറ്റ് വേർഷനാണ് ടോം ആസ്പിനാൽ. അത്രമാത്രം ടാലൻറ്റഡ് ആണ് എല്ലാം കൊണ്ടും. അതിന് ശരിക്കും പറഞ്ഞാൽ ആസ് എ ഫൈറ്റ് ഫാൻ എനിക്ക് ടോം ആസ്പിനാലിൽ കൂടുതൽ ഫൈറ്റ്സ് കണ്ടാൽ കൊള്ളുന്നുണ്ട്. അതിനും മാത്രമല്ല ഇപ്പോൾ ആസ്പിനാലാണ് ശരിക്കും ആ ഒരു ഹെവി വെയിറ്റ് ടൈറ്റിലിന് ഡിസർവിംഗ് ആയിട്ടുള്ളത്. ആസ്പിനാലിന് ഇനിയും കുറേ വർഷങ്ങൾ കിടപ്പുണ്ട്, എന്നാൽ ഇപ്പോൾ പ്രൈമിലാണ് താനും. ആ പ്രൈം ഒരിക്കലും വേസ്റ്റ് ആക്കരുതല്ലോ, ഈ ഒരു പീരീഡ് പോയതല്ലേ. അതൊക്കെ കൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ടോം ആസ്പിനാലിൻ്റെ ഒരു ടൈറ്റിൽ ഫൈറ്റ് കണ്ടാൽ കൊള്ളാൻ തോന്നുന്നത്. പക്ഷേ ഈ ജോൺ ജോൺസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഹോസ്റ്റേജ് ആക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ടോം ആസ്പിനാലിനെ ഫൈറ്റ് ചെയ്യുന്നുമില്ല എന്നാൽ അവിടെ കയറി ഇരിക്കുകയും ചെയ്യുകയാണ്. ജോൺ ജോൺസിന് മുമ്പ് രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഒന്നെങ്കിൽ ബെൽറ്റ് വെക്കേറ്റ് ചെയ്തിട്ട് പോവുക, അല്ലെങ്കിൽ ടോം ആസ്പിനാലിനെ ഫൈറ്റ് ചെയ്യുന്നുള്ളത്. പക്ഷേ ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് ജോൺ ജോൺസ് ഫാൻസ് ഭയങ്കര സൂപ്പർ അനോയിങ് ആണ്. അതായത് ഇവരുടെ കുറച്ച് ആർഗ്യുമെൻറ്റ്സ് ഞാൻ പറയാം. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജോൺ ജോൺസിന് ടോം ആസ്പിനാലിനെ അല്ല വേണ്ടത്, ടോം ആസ്പിനാലിന് ജോൺ ജോൺസിനെയാണ് വേണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ടോം ആസ്പിനാലിന് ശരിക്കും ജോൺ ജോൺസിനെ അല്ല വേണ്ടത്, ടോം ആസ്പിനാലിന് ടൈറ്റിലാണ് വേണ്ടത്. ടോം ആസ്പിനാൽ ഇത്രയും ആക്റ്റീവ് ഫൈറ്ററാണ്, ഇത്രയും എൻ്റർടൈനിങ് ഫൈറ്ററാണ്, ഇത്രയും നോക്കൗട്ട്സും ഫിനിഷസും ആയിട്ട് വരുന്ന ആളാണ്. അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു പ്രൈം പീരീഡ് വേസ്റ്റ് ആക്കുന്നതിന് പകരം, ഇപ്പം 31 വയസ്സെന്തോണ്ട്, അന്നേരം ആ ഒരു പ്രൈം പീരീഡ് വേസ്റ്റ് ആക്കുന്നതിന് പകരം, എന്ന് വെച്ചാൽ ഹെവി വെയിറ്റിൽ അതൊരു വലിയ ഏജ് അല്ല, ഇനിയും ഒരുപാട് സമയമുണ്ട്, ബട്ട് എങ്കിലും ആ ഒരു പ്രൈം പീരീഡ് വേസ്റ്റ് ആക്കാതെ ആ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ കണ്ടു കഴിഞ്ഞാൽ നല്ലതല്ലേ. അതൊക്കെ കൊണ്ട് തന്നെ ടോം ആസ്പിനാൽ ശരിക്കും ട്രൂലി ഡിസർവിംഗ് ആണ്. പക്ഷേ ജോൺ ജോൺസ് ആണെങ്കിൽ ടോം ആസ്പിനാലിനെ ഡക്ക് ചെയ്ത് നടക്കുകയാണ്. ഈ ഒരു ഫൈറ്റിൽ യാതൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിൽ ഡക്ക് ചെയ്ത് നടക്കുകയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഇപ്പം ടോം ആസ്പിനാലിനോട് സഹകരിക്കുന്ന മീഡിയ പേഴ്സണാലിറ്റീസിനോട് പോലും ജോൺ ജോൺസ് മിണ്ടാതെ നടക്കുകയാണ്, ആ രീതിയിൽ ഡക്ക് ചെയ്ത് നടക്കുകയാണ്. അതുപോലെ തന്നെ ജോൺ ജോൺസ് ഫാൻസ് പറയുന്ന മറ്റൊരു ആർഗ്യുമെൻ്റാണ്, ജോൺ ജോൺസ് ഇത്രയും ചാമ്പ്യൻസിനെ ഫൈറ്റ് ചെയ്ത് ഡിഫീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിൽ വന്നിരിക്കുന്നത്. ടോം ആസ്പിനാലിന് ആ ഒരു ചാമ്പ്യൻഷിപ്പ് എക്സ്പീരിയൻസ് ഒന്നുമില്ല, അതുകൊണ്ട് ടോം ആസ്പിനാലിൽ കൂടുതൽ ചാമ്പ്യൻസിനെ ഫൈറ്റ് ചെയ്തിട്ട് വരട്ടെ എന്ന്.
അത് ശരിക്കും പറഞ്ഞൊരു സ്റ്റൂപ്പിഡ് ആർഗ്യുമെൻ്റ് ആണ്. കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ടോമസ് പെനൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രോപ്പർ ഹെവി വെയിറ്റ് ആണ്. ടോമസ് പെനൽ ഇപ്പോൾ വെയിറ്റ് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ലൈറ്റ് ഹെവി വെയിറ്റ് പോയോ, അല്ലാതെ വേറൊരു ഓപ്ഷനും ടോമസ് പെനലിൻ്റെ മുമ്പിലില്ല. അതിന് ടോമസ് പെനലിന് ഫൈറ്റ് ചെയ്യാൻ ഒരേ ഒരു ഏരിയ ഹെവി വെയിറ്റ് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ടോപ്പ് 10 ഹെവി വെയിറ്റ് റാങ്കിങ്സ് നോക്കിക്കഴിഞ്ഞാൽ അലക്സാണ്ടർ വോൾക്കോവിനെ അസ്പിനാൽ സബ്മിറ്റ് ചെയ്തതാണ്, സെർഗേ പാവ്ലോവിനെ KO ചെയ്തതാണ്, കർട്ടിസ് ബ്ലേഡ്സിനെ KO ചെയ്തതാണ്, സ്പീവാക്കിനെ KO ചെയ്തതാണ്, ടിബോറയെ KO ചെയ്തതാണ്. അതിന് ഇത്രയും ആൾക്കാർ ക്ലിയർ ഔട്ട് ചെയ്തിട്ട് നിൽക്കുന്ന ആളാണ്. ഇനി പിന്നെ ഒരു അസ്പിനാലിൽ വെർത്ത് ചലഞ്ച് എന്ന് പറയുകയാണെങ്കിൽ 2 പേര് മാത്രമേ ഉള്ളൂ. ഒന്ന് സിൽഗാനും പിന്നെ 2 ജെയിൽട്ടൺ അൽമേഡയും. സിൽഗാൻ ആൾറെഡി ടോമസ് പെനലിനെ കുറേ വട്ടം ഡക്ക് ചെയ്തതാണ്. അതിൻ്റെ കൂടെ തന്നെ അലക്സാണ്ടർ വോൾക്കോവായിട്ട് ശരിക്കും സിൽഗാൻ ജയിച്ചെങ്കിൽ പോലും ശരിക്കും ആ ഒരു മാച്ച് റോബറിയാണ്. അൽമേഡയുടെ കാര്യമാണെങ്കിൽ കർട്ടിസ് ബ്ലേഡ്സ് അൽമേഡയെ KO ചെയ്തതാണ്. അതിന് എനിവേ എന്തായാലും ഭാവിയിൽ നടക്കും. അൽമേഡ വേഴ്സസ് അസ്പിനാലും സിൽഗാൻ വേഴ്സസ് അസ്പിനാലൊക്കെ ഭാവിയിൽ നടക്കും. അല്ലെങ്കിൽ സിൽഗാൻ വേഴ്സസ് അൽമേഡ നടന്നിട്ട് അതിനകത്തിലെ വിന്നർ അസ്പിനാലിനെ ഫൈറ്റ് ചെയ്യണം. എനിവേ ഇതൊക്കെയുള്ളൂ ശരിക്കും പോസിബിലിറ്റീസ് എന്ന് പറയാൻ. അതായത് ശരിക്കും പറഞ്ഞാൽ അസ്പിനാൽ ഇനി പ്രോപ്പർ ചലഞ്ചായിട്ട് അല്ലെങ്കിൽ ശരിക്കും ഡിസർവിംഗ് ആയിട്ട് അസ്പിനാൽ ആരെ ഫൈറ്റ് ചെയ്യാണ് ഡിസർവിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമ്പ്യൻ ആയിട്ടുള്ള ജോൺ ജോൺസിനെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ജോൺ ജോൺസ് ഫാൻസ് പറയാറുണ്ടല്ലോ, അതായത് അസ്പിനാൽ ചാമ്പ്യൻസിനൊന്നും ഫൈറ്റ് ചെയ്തിരുന്നത്. അസ്പിനാലിൽ ഇനി വേണ്ടത് ഒരു ചാമ്പ്യൻഷിപ്പ് ഫൈറ്റാണ്. ആ ഒരു ചാമ്പ്യനാണ് ജോൺ ജോൺസ്. പിന്നെ മുമ്പ് പഴയ ചാമ്പ്യൻ ആണെങ്കിൽ മറ്റേ ആൻഡ്രെ അലോസ്കയായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും ഈ ജോൺ ജോൺസിൻ്റെ ആഗ്രഹം അസ്പിനാലിനെ ഒരു ചാമ്പ്യനെ ഫൈറ്റ് ചെയ്യണമെന്നാണെങ്കിൽ ആ ഒരു ചാമ്പ്യനാണ് ജോൺ ജോൺസ്. അന്നേരം അതുകൊണ്ട് തന്നെ ജോൺ ജോൺസ് അസ്പിനാലിനെ ഒഴിവാക്കി നടക്കുന്നതിന് യാതൊരു എക്സ്ക്യൂസും പറയാനില്ല. ഇനി ജോൺ ജോൺസ് ഫാൻസ് പറയുന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ജോൺ ജോൺസിൻ്റെ മെൻറ്റാലിറ്റി ഡിഫറൻ്റ് ആണ്, ജോൺ ജോൺസിന് അസ്പിനാലിനെ യാതൊരു പേടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആ രീതിയിലൊക്കെ ഗ്ലേസ് ചെയ്യുന്നത് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ജോൺ ജോൺസ് ഫാൻസ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വെറ്ററൻസാണ്. കൂടുതൽ ആൾക്കാരും വെറ്ററൻസാണ്. അതായത് ഈ ഒരുപാട് വർഷങ്ങളായിട്ട് UFC കാണുന്ന ആൾക്കാരാണ് ഈ ജോൺ ജോൺസ് ഫാൻസ്. അതായത് വർഷങ്ങളായിട്ട് ജോൺ ജോൺസിൻ്റെ ലൈവായിട്ട് ജോൺ ജോൺസിൻ്റെ ആ ഒരു പ്രോഗ്രഷൻ എല്ലാം കണ്ടു വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ജോൺ ജോൺസിനെ പുതിയ കുറേ ആൾക്കാർ വന്നപ്പോഴത്തേക്ക് ജോൺ ജോൺസിനെ തള്ളി പറയുന്നവർക്ക് ഭയങ്കര മടിയാണ്. ഇവരാണ് പ്രധാനമായിട്ട് ഒരു ജോൺ ജോൺസ് ഫാൻസ് ആണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അല്ലാതെ കുറച്ച് പേര് ഈ പറഞ്ഞ പുതിയ എഡിറ്റ്സ് ഒക്കെ കണ്ടിട്ട് ഇവൻ കൊള്ളാമല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ പ്രധാനമായിട്ടും ഈ പറഞ്ഞ ജോൺ ജോൺസിനെ ഇങ്ങനെ ഗ്ലേസ് ചെയ്ത് നടക്കുന്ന കുറേ ആൾക്കാർ എന്ന് പറയുമ്പോഴത്തേക്ക് വെറ്ററൻസ് ആണ്. അതായത് നമുക്കത് തെറ്റ് പറയാനൊന്നും പറ്റത്തില്ല. അത് അങ്ങനെ തന്നെയാണ് ആ ഒരു വർഷങ്ങളായിട്ട് ഫൈറ്റ് കാണുന്ന ആൾക്കാരുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു പഴയ ആൾക്കാർക്ക് തള്ളി പറയാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ സെയിം ഡേ നോക്കുകയാണെങ്കിൽ എനിക്ക് കുറേ കാര്യം GSPയുടെ ആ ഒരു സംഭവം കുറേയൊക്കെ ഉണ്ട്. എനിവേ അത് വിട്ടേക്കാം. ഈ ജോൺ ജോൺസ് ഫാൻസ് എപ്പോഴും പറയുന്നതാണ് ജോൺ ജോൺസിന് ആരും പേടിയില്ല, ജോൺ ജോൺസിന് മെൻറ്റാലിറ്റി ഡിഫറൻ്റ് ആണെന്നൊക്കെ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇലിയ ടൊപൂരിയ, ഇസ്ലാം മകാഷീവ്, ടോം ആസ്പിനാലി ഇവരെല്ലാവരും ഷോർട്ട് നോട്ടീസ് ഫൈറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് അവർ കെയർ ചെയ്യുന്നില്ല, ആര് വേണേലും വന്നോട്ടെ എന്നുള്ള രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷെയിൽ സോണൻ മിഡിൽ വെയിറ്റിൽ നിന്ന് കയറി വന്ന ഷെയിൽ സോണൻ ഒരു ഷോർട്ട് നോട്ടീസ് ഫൈറ്റ് വന്നു, ജോൺസ് അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അന്നേരം ആ ഒരു ലെവൽ റിസ്ക് പോലും ജോൺസ് എടുത്തിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ജോൺ ജോൺസിൻ്റെ മെൻറ്റാലിറ്റി ഇത്ര ഭീകരമാണ്. അതായത് ആരും വേണമെന്ന് തോപ്പിക്കും, ജോൺസിന് ആരെയും പേടിയില്ലെന്നാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പം DC ആയിട്ടുള്ള ഫസ്റ്റ് ഫൈറ്റ് ഉണ്ടല്ലോ, DC ആയിട്ടുള്ള ഫസ്റ്റ് ഫൈറ്റിൽ ജോൺസാണ് ജയിച്ചത്. സെക്കൻഡ് ഫൈറ്റ് നോ കോൺടെസ്റ്റ് ആയി പോയതാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ജോൺസ് സ്റ്റിറോയിഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. I don't even know why it was such a big thing in the first place. You know, I beat him fair and square the first time and off of steroids, and I beat him the second time off of steroids. So, you know, it's... അതിന് ഈ വീഡിയോയിൽ കണ്ടോ, ഇതിനതിൽ ക്ലിയർലി ജോൺ ജോൺസ് സ്റ്റിറോയിഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അഡ്മിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അതിന് ഇത്ര ഭീകര കോൺഫിഡൻ്റ് ആയിരുന്നെങ്കിൽ എന്തിന് DCയെ തോപ്പിക്കാൻ വേണ്ടി സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്തു? DC ജോൺസിനേക്കാൾ 8 വയസ്സ് മൂത്ത ആളാണ്. മാത്രമല്ല റീച്ച്, ഫിസിക്കാലിറ്റി എല്ലാം കൊണ്ടും ജോൺസിന് അവിടെ അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നിട്ട് പോലും ജോൺസ് പോയി സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്ത് DCയെ തോപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളൊന്ന് ആലോചിക്കുക. അതിന് എന്ത് വലിയ ചാമ്പ്യൻ മെൻറ്റാലിറ്റിയാണ് ജോൺസിനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ചീറ്റിംഗ് അല്ലേ? പിന്നെ ഈ ജോൺസ് തൻ്റെ എൻ്റെ കരിയറിൽ ആൾക്കാർ മേളിക്കൂടില്ല കേക്കൊക്കെ നടത്തി പോയ ആളൊന്നുമല്ല, ഒരുപാടടുത്ത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ ഇസ്ലാം മകാഷ് ഇപ്പോൾ ചെയ്യുന്ന കാര്യമില്ലേ, അതായത് ഇപ്പം ഒന്നുകിൽ ഫിനിഷ് ചെയ്യുക അല്ലെങ്കിൽ യുനാനിമസ് ഡിസിഷനിൽ ജയിക്കുക. അതായത് ഈ ഒരു സംഭവമുള്ള, അതായത് എല്ലാവരെയും ഡോമിനൻ്റ്ലി തീർത്തു പോകുന്ന പരിപാടി ഇതല്ല ജോൺസ് ചെയ്തത്. ജോൺസ് പലയിടത്തും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ട് 2 ഫൈറ്റ്സ്, അലക്സാണ്ടർ ഗുസ്താഫ്സണായിട്ടുള്ള ഫൈറ്റും ഡൊമിനിക് റൈസുള്ള ഫൈറ്റും, ഇത് രണ്ടും ജോൺസ് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തതാണ്. ഇതിൻ്റെ റിസൾട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴും ഡിസ്പ്യൂട്ടഡ് ആണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഫൈറ്റിൽ ഡൊമിനിക് റൈസ് ഏറെക്കുറെ ജയിച്ചു തന്നെ. അത് ശരിക്കും റോബറി ആയിരുന്നു ഒരുപാട് പേരും പറയുന്നുണ്ട്. ഞാനത് അങ്ങനെ റോബറി എന്ന് അങ്ങനെ പറയാറില്ല, ഡിസിഷനാണ്. ബട്ട് എങ്കിലും അതൊരു റോബറി ആയിരുന്നു. പിന്നെ അലക്സാണ്ടർ ഗുസ്താഫ്സണായിട്ടുള്ള ഫൈറ്റ് ഏതൊരു വേ പോകാൻ പറ്റുന്ന ഫൈറ്റ് ആയിരുന്നു ഫസ്റ്റ് ഫൈറ്റ്. മാത്രമല്ല ജേർണി മാനായിട്ടുള്ള തിയാഗോ സാന്റോസോടുള്ള സ്പ്ലിറ്റ് ഡിസിഷനും ഉണ്ട്. പിന്നെ ജോൺസിൻ്റെ സകല ഫൈറ്റ്സിലും ജോൺസിൽ എവിടെയെങ്കിലുമൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അതായത് പ്രധാനമായിട്ടും ഏജിൻ്റെ അഡ്വാൻറ്റേജ്. 2 പേരോട് മാത്രമേ, ജോൺസിനേക്കാൾ യങ്ങായിട്ടുള്ള 2 പേരോട് മാത്രമേ ജോൺസ് ഫൈറ്റ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് സിൽഗാനും 2 ഡൊമിനിക് റൈസും. സിൽഗാൻ്റെ കാര്യം വിട്ടേക്കാം, ഡൊമിനിക് റൈസായിട്ട് സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ കണ്ടാണ്. പിന്നെ അലക്സാണ്ടർ ഗുസ്താഫ്സൺ ആണെങ്കിൽ ജോൺസിൻ്റെ സെയിം ഏജാണ്, ഗുസ്താഫ്സണായിട്ടും സ്ട്രഗിൾ ചെയ്തു. അതുപോലെ തന്നെ ജോൺസ് ഫൈറ്റ് ചെയ്ത മിക്കവാറും എല്ലാവരുടെ മേലും ജോൺസിന് ആ ഒരു ഏജിൻ്റെയും ആ ഒരു ഫിസിക്കാലിറ്റിയാണ്, അതായത് ആ ഒരു റീച്ചിൻ്റെയും ഹൈറ്റിൻ്റെയും എല്ലാത്തിനും അഡ്വാൻറ്റേജും ഉണ്ടായിരുന്നു. അതില്ലായിരുന്ന 2 ഫൈറ്റ്സ് ഈ പറയുന്ന ഡൊമിനിക് റൈസും ഗസ്റ്റാഫ്സൺ ഫൈറ്റ് മാത്രമാണ്.
അതുകൊണ്ട് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ജോൺ ജോൺസ് പലയിടത്തും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാടിടത്ത് ചീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് എന്നിട്ടൊക്കെയാണ് അവസാനം ജോൺ ജോൺസ് ഈ ഒരു ലെവലിൽ വന്ന് നിൽക്കുന്നത്. അതിന് ഈ ഫാൻസ് പറഞ്ഞാൽ ജോൺ ജോൺസിലെ സൂപ്പർ ഡോമിനൻ്റ് ആയിട്ടുള്ള എല്ലാവരുടെ മേലെ കൂടെ കേക്ക് വാക്ക് നടത്തി പോയിട്ടൊരു ആളൊന്നുമല്ല. ജോൺ ജോൺസിന് ഒരുപാട് ഏരിയസിൽ ജോൺസൺ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെൻറ്റാലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും മറ്റേ റാംബേ ജാക്സണുള്ള ഫൈറ്റ് ജോൺസൺ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഫൈറ്റ് ശരിക്കും ഫൈറ്റ് ചെയ്യാൻ എനിക്ക് നല്ല പേടിയായിരുന്നൊക്കെ ജോൺസൺ പറഞ്ഞിട്ടുണ്ട്. അതിന് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ആ ഹ്യൂമൻ ഇമോഷൻസ് എല്ലാം ഉള്ള ആൾ തന്നെയാണ് ജോൺ ജോൺസ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആസ്പിനൽ വേഴ്സസ് ജോൺ ജോൺസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ജോൺസിനെ കൺസേൺ ചെയ്യുന്ന കുറേ ഏരിയസ് ഉണ്ട് ടോം ആസ്പിനലിൻ്റെ സൈഡിൽ. അതായത് ടോം ആസ്പിനൽ യങ്ങറാണ്, ഫാസ്റ്ററാണ്, സ്ട്രോങ്ങറാണ്, അതുപോലെ ഹെവി വെയിറ്റിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതിന് മാത്രമല്ല ടോം ആസ്പിനൽ ഇപ്പം 3rd റൗണ്ട് കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നത് ഒന്നും ഒരുപാട് അൺനോൺ ഏരിയസും ഉണ്ട്. അതിന് ഇതൊക്കെ അതുപോലെ തന്നെ KO പവർ എല്ലാം കൂടെ ഉണ്ട്. അതിന് അതൊക്കെ കൊണ്ട് തന്നെ ശരിക്കും ജോൺ ജോൺസിന് അറിയാം ഈ ഒരു ഫൈറ്റ് സൂപ്പർ റിസ്ക്കിയാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ശരിക്കും ഡക്കിങ് നടക്കുന്നത്. ഡക്കിംഗ് ആണോ ശരിക്കും ഡക്കിങ് തന്നെയാണ്, അതായത് ഒഴിവാക്കി നടക്കുക, അതിനെയാണ് ഡക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ജോൺസ് ശരിക്കും ഡക്ക് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ പലരും ചോദിക്കും ജോൺസിനെ എന്തിനാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതൊക്കെ. കുറ്റപ്പെടുത്തുന്നത് ശരിക്കും ജോൺ ജോൺസ് ഡിസർവിംഗ് ആണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ടോം ആസ്പിനൽ എന്ന് പറയുമ്പം ഒരു പുതിയൊരു ഹെവി വെയിറ്റിൽ ന്യൂ എവല്യൂഷനാണ്. അത്രയും ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള, അത്രയും സ്കിൽഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് ഇനിയും ആ ഒരു ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളൊരു ഹെവി വെയിറ്റ് ആണ്. അതുമാത്രമല്ല ആസ്പിനൽ അത്ര ആക്റ്റീവാണ്, ലെഗസി ഹംഗ്രിയാണ്. അതിന് അങ്ങനെ ഒരാളവിടെ നിൽക്കുമ്പോൾ ജോൺ ജോൺസ് ഫൈറ്റ് ചെയ്യുന്നുമില്ല, എന്നാൽ വെക്ക് ചെയ്തിട്ട് പോകുന്നുമില്ല. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ആസ്പിനലിൻ്റെ കരിയറും കൂടെ അവിടെ സ്റ്റാഗ്നേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് ആ ഒരു പ്രൈം പീരീഡ് ശരിക്കും വേസ്റ്റ് ആക്കി കളയാണ് ചെയ്യുന്നത്. ശരിക്കും അത് പർപ്പസ്ലി ചെയ്യുന്നതാണോ എന്ന് തന്നെ പലർക്കും സംശയമുണ്ട്. അതായത് ഇപ്പോൾ ജോൺ ജോൺസ് ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോഴാണ് ആസ്പിനൽ ഇങ്ങനെ വരുന്നത്. അതിന് ജോൺ ജോൺസിന് ഒട്ടും പിടിച്ചിട്ടില്ല. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ആസ്പിനലിനെ ഡക്ക് ചെയ്തെന്നുള്ളത് ജോൺ ജോൺസിൻ്റെ കരിയറിൽ എന്നൊരു ബ്ലാക്ക് മാർക്കറ്റ് അവിടെ കിടക്കും. അങ്ങനെ ഇത് ജോൺ ജോൺസിന് നന്നായിട്ട് അറിയാം. അങ്ങനെ അതുകൊണ്ട് തന്നെ ശരിക്കും ജോൺ ജോൺസ് പകരം വിട്ട് നോക്കുകയാണെന്ന് പോലും നമുക്ക് ഡൗട്ടുണ്ട്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു അതായത് ആ ഒരു സ്റ്റാഗ്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ആ ഒരു പോകുന്ന പ്രൈം പീരീഡ്സ് പിന്നെ തിരിച്ച് കിട്ടത്തില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ആ ഒരു ബെൽറ്റ് കൂടുതൽ ഡിലേ ആക്കുക, അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു പ്രൈം പീരീഡ് കുറേ വേസ്റ്റ് ആക്കുകയാണല്ലോ. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ ആൾക്കാർ പലരും സംശയിക്കുന്നുണ്ട്, ട്വിറ്ററിലൊക്കെ പലരും പറയുന്നത് കേട്ടതാണ്. അതായത് ഇപ്പം ടോം ആസ്പിനലിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ടോം ആസ്പിനൽ എപ്പോഴും ഈ ഒരു ഫൈറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം എപ്പോഴും UFC കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കില്ല. അതായത് ഞാൻ എപ്പോൾ വേണമെങ്കിലും റെഡിയാണ്, എപ്പോൾ വിളിച്ചാലും ഞാൻ വരാം എന്നുള്ള രീതിയിലാണ് ആസ്പിനൽ പറയുന്നത്. അതിനും ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു ഫുൾ ടൈം പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അതായത് ഫുൾ ടൈം ഷേപ്പിൽ, ഒരു വെക്കേഷനില്ല, ഒരു അതായത് ശരിക്കും ഒന്ന് എൻജോയ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ആ രീതിയിലാണ് ആസ്പിനലിന് കുറേ നാളുകളായിട്ട് തന്നെ ഇരിക്കുന്നത്. ജോൺ ജോൺസ് ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത്. അതായത് അവൻ വെയിറ്റ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരിക്കും. അന്നേരം എപ്പോഴെങ്കിലും ശരിക്കും അതായത് ഇനി ഫൈറ്റ് ഉടനെ നടക്കത്തില്ലെന്നൊരു തോന്നൽ വന്നിട്ട് ആസ്പിനൽ എപ്പോഴെങ്കിലും ഒരു ട്രെയിനിങ് നിന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ആ ഒരു കുറച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജോൺ ജോൺസ് ഇതുപോലെ വന്നിട്ട് ഇപ്പോൾ ഫൈറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊരു ഷോർട്ട് നോട്ടീസ് ഫൈറ്റോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഡാനായിട്ട് ഇതാകുമ്പോഴത്തേക്ക് ശരിക്കും ആസ്പിനൽ അത് അക്സെപ്റ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. ആസ്പിനൽ അയ്യോ അതെനിക്ക് പറ്റത്തില്ല, ഞാൻ ഇപ്പോൾ ഷേപ്പിലല്ല നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജോൺസ് പറയും ഇത്ര നാൾ എൻ്റെ പറയുകയാണെങ്കിൽ ഇപ്പം നീ എന്നെ ഡക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തിരിച്ച് പറയും. അതൊക്കെ കൊണ്ട് തന്നെ ആസ്പിനലിന് എപ്പോഴും ആ ഒരു റിസ്ക് എലമെൻറ്റും കൂടെ ഉണ്ട്. കാര്യം എപ്പോഴും ഇങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. അതിന് ശരിക്കും ജോൺ ജോൺസ് അത് തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന ജോൺ ജോൺസ് അത്യാവശ്യം നല്ലൊരു ഡേർട്ടി ഫൈറ്ററാണ്. ഇതുപോലത്തെ ഗെയിംസ് കളിക്കുന്നതിന് ജോൺസിന് യാതൊരു നാണമില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആസ്പിനലിൻ്റെ കരിയർ വേസ്റ്റ് ആക്കി കളയാണ്. ആ ഒരു രീതിയിലാണ് നമ്മളെപ്പോഴും പറയുന്നത്. അതായത് ഈ പറയുന്ന ജോൺസിനെ കളിയാക്കുമ്പോഴത്തേക്ക് അതായത് ഡക്കെന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ശരിക്കും ഈ ഫൈറ്റ് ഫാൻസ് ജോൺസിനെ ഡക്കെന്ന് വിളിക്കുമ്പോഴത്തേക്ക് ശരിക്കും ജോൺസിനോടുള്ള ഹെയ്റ്റോ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ ഇത്രയും ഒരു ടാലൻ്റ് ആയിട്ട് ഒരാൾ ഇവിടെ വന്ന് നിൽക്കുമ്പം മാത്രമല്ല ഒരു ഹെവി ഡിവിഷനെ തന്നെ മൊത്തത്തിൽ സ്റ്റാഗ്നൻ്റ് ആക്കി വെക്കുമ്പോഴത്തേക്ക് നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. കാര്യം നമുക്കെന്ന് പറയുന്നത് നല്ല ഫൈറ്റ്സ് കാണണം, അതാണ് ശരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അന്നേരം അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്തൊരു പരിപാടിയാണ് ഇപ്പോൾ ജോൺ ജോൺസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജോൺ ജോൺസിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത്. ജോൺ ജോൺസ് ക്ലിയർലി ആസ്പിനലിനെ ഡക്ക് ചെയ്യുകയാണ്, ഷെയിംലെസ് ആയിട്ട് ഡക്ക് ചെയ്യുകയാണ്. പിന്നെ ഇതുപോലെ ഡാന വൈറ്റ് പറയുന്ന സമ്മറിൽ ഫൈറ്റ് നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഡാന വൈറ്റിൻ്റെ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാര്യം കുറേ നാളായിട്ട് ഡാന വൈറ്റ് ഇതുപോലെ ചാൻഡലർ വേഴ്സസ് കോണർ മക്ഗ്രിഗോർ നടക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ അതിപ്പോൾ നടന്നില്ലല്ലോ. പിന്നെ ഈ പറയുന്ന ഡാന വൈറ്റ് ഇതുപോലെ ഓരോ ചോദ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒഴിവാക്കി വിടാൻ വേണ്ടിയിട്ട് നടക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വിടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് എന്തായാലും തോന്നുന്നില്ല ആ ഒരു ഫൈറ്റ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അത് ഒഴിവാക്കാനുള്ള സകല കാരണങ്ങളും ജോൺസിന് മുമ്പിലുള്ളത്, സകല കാരണങ്ങളും. അതുകൊണ്ട് ജോൺസൺ ശരിക്കും ആസ്പിനലിനെ ഫൈറ്റ് ചെയ്യുന്നതിൽ പേടിയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര ചിന്തിച്ച് മാത്രം ഫൈറ്റ് എടുക്കുന്ന ആളാണ് ജോൺ ജോൺസ്. ഒരിക്കലും ഇത്രയും റിസ്കി ഫൈറ്റ് എടുത്തിട്ട് തൻ്റെ കരിയറിൽ ബ്ലാക്ക് മാർക്ക് വരുത്താൻ ജോൺസ് ശ്രമിക്കത്തില്ല. അതായത് ജോൺസ് ശരിക്കും റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് നല്ലൊരു ഫൈറ്റ് നോക്കി നടക്കുകയാണ്. ശരിക്കും അതുകൊണ്ടാണ് ഈ അലക്സ് പെരേരയെ കോൾ ഔട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നത്. പിന്നെ ജോൺസ് ഇപ്പം തൽക്കാലം മിണ്ടാതിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നും ഈ ഒരു അലക്സ് പെരേര വേഴ്സസ് അങ്ക്ലൈവ് ഫൈറ്റിൻ്റെ റിസൾട്ട് വേണ്ടി നോക്കിയിരിക്കുകയാണെന്ന്. കാരണം അത് കഴിയുന്ന പാടെ നമുക്ക് എന്തെങ്കിലും ജോൺ ജോൺസിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ അലക്സ് പെരേര വേഴ്സസ് അങ്ക്ലൈവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പലരും ഇതുപോലെ പറയുന്നു അലക്സ് പെരേര അങ്ക്ലൈവിനോട് തോക്കുകയാണെങ്കിൽ നേരെ ഹെവി വെയിറ്റിൽ വരുമെന്ന്. അതിപ്പം ജയിച്ചാലും തോറ്റാലും അലക്സ് പെരേര ഹെവി വെയിറ്റിൽ കയറാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഡിവിഷൻ എൻറ്റയർലി ക്ലിയർ ഔട്ട് ചെയ്ത് നിൽക്കുന്ന ആളാണ് അലക്സ് പെരേര. ഇനി പറയാനാണെങ്കിൽ ഇരി പ്രൊഹാസ്ക 3 ഒരു ഫൈറ്റും കാണും ചിലപ്പോൾ കാണുമായിരിക്കും. അല്ലാതെ അലക്സ് പെരേരയ്ക്ക് ലൈറ്റ് ഹെവി വെയിറ്റിൽ ഇനി വേറെ മാച്ചസ് ഒന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ DDP ലൈറ്റ് ഹെവി വെയിറ്റിൽ കയറിയൊക്കെ വരണം. അതൊക്കെ ഇനി എന്നത്തേക്കാണ്. അല്ലെങ്കിൽ പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്സ് പെരേര അങ്ക്ലൈവിനെ തോപ്പിച്ച് കഴിഞ്ഞാൽ ജോൺ ജോൺസ് ഓൺ ദി സ്പോട്ട് തന്നെ ഹെവി വെയിറ്റിൽ നിന്ന് ചാടി ലൈറ്റ് ഹെവി വെയിറ്റിൽ വരും, അലക്സ് പെരേരയെ ചലഞ്ച് ചെയ്യും, ആ ഒരു ഫൈറ്റ് നടക്കും. അതെന്ന് പറയുമ്പോഴേക്ക് ജോൺ ജോൺസിന് വീണ്ടും ഒരു ടൈറ്റിൽ കിട്ടാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ്. ജോൺ ജോൺസിന് അലക്സ് പെരേര തോപ്പിക്കാനുള്ള എല്ലാം കയ്യിലുണ്ടല്ലോ, നമുക്കറിയാമല്ലോ.
അല്ലാതെ അലക്സ് പെരേര ഹെവി വെയിറ്റ് പോകുന്നതിനേക്കാളും ശരിക്കും അതിന് മുമ്പ് ജോൺ ജോൺസ് ലൈറ്റ് ഹെവി വെയിറ്റ് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഹെവി വെയിറ്റ് കയറി കഴിഞ്ഞാലും കുറച്ചുകൂടെ കൺഫ്യൂസിംഗ് അല്ലേ. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അലക്സ് പെരേര ഹെവി വെയിറ്റ് വന്നു കഴിഞ്ഞാൽ ജോൺസ് വേഴ്സസ് അലക്സ് പെരേര ഹെവി വെയിറ്റ് നടക്കുമോ? അതായത് ജോൺസ് ചാമ്പ്യനായിട്ടിരിക്കുമ്പം ഇൻട്രീം ചാമ്പ്യൻ അവിടെ നിൽക്കുമ്പോൾ എന്തായാലും ഇനി ടോമസ് പെനാലിന് എന്തായാലും കൊടുക്കേണ്ടത് ടൈറ്റിൽ ഫൈറ്റാണ്. അതുകൊണ്ട് ടോമസ് പെനാലിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ജോൺ ജോൺസ് വേഴ്സസ് അലക്സ് പെരേര ഹെവി വെയിറ്റ് നടത്തുന്നത് വെറും അത് നടക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ ജോൺ ജോൺസ് ടൈറ്റിൽ വെക്കേറ്റ് ചെയ്തിട്ട് ഹെവി വെയിറ്റിൽ അലക്സ് പെരേരയായിട്ട് ഫൈറ്റ് ചെയ്യണം. അല്ല അതിലൊന്നും പ്രത്യേകിച്ച് പോസിബിലിറ്റി ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് പെരേര ജയിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി നടക്കാൻ പോകുന്നത് ജോൺസ് വേഴ്സസ് പെരേര ലൈറ്റ് ഹെവിയിൽ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഹെവി വെയിറ്റിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പം ഇങ്ങനെ ഈ ഒരു രീതിയിലൊക്കെ പോകുകയാണെങ്കിൽ ജോൺസ് മിക്കവാറും ലൈറ്റ് ഹെവിയിൽ വരും. അത് കഴിഞ്ഞിട്ട് ഹെവി വെയിറ്റിലാണെങ്കിൽ ഒന്നെങ്കിൽ അസ്പിനാൽ ചാമ്പ്യനാവും, അല്ലെങ്കിൽ ടൈറ്റിലിന് വേണ്ടിയിട്ട് അസ്പിനാൽ വേഴ്സസ് വേറെ ആരെങ്കിലും. ആ വേറെ ആരെങ്കിലും ഒരുപക്ഷെ മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി സിൽഗാനായിരിക്കും. അല്ലെങ്കിൽ സിൽഗാനും അൽമേഡയും തമ്മിലുള്ള ഫൈറ്റിൽ വിക്ടർ ആയിരിക്കണം. കാരണം സിൽഗാൻ്റെ ഹൈപ്പ് കുറേയൊക്കെ ജോൺ ജോൺസൺ കില്ല് ചെയ്ത് കളഞ്ഞു. കാര്യം 0 ഗ്രൗണ്ട് ഗെയിം എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ. അതിനും സിൽഗാൻ ഇനി ഗ്രൗണ്ട് ഗെയിമൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു അൽമേഡ ഫൈറ്റ് ഉണ്ടായിരുന്നു നല്ലതായിരുന്നു. അതിനകത്തിലെ വിന്നറിനെ അസ്പിനാലെ ഫൈറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ശരിക്കും പോസിബിലിറ്റീസ് ഉള്ളത്. അന്നേരം എന്തായാലും ഇനിയൊരു മേജർ അപ്ഡേറ്റ് ശരിക്കും ഈ അലക്സ് പെരേര ഫൈറ്റ് കഴിഞ്ഞിട്ടേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇനിയുള്ള കാര്യങ്ങളൊക്കെ എസ്പെഷ്യലി ജോൺസിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ പെരേര വേഴ്സസ് അങ്കലായി ഫൈറ്റ് അനുസരിച്ചിരിക്കും. പെരേര ജയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പെരേര ജയിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ജോൺസ് ആയിരിക്കും. പെരേര തോറ്റ് കഴിഞ്ഞാൽ വേഗം ഹൈപ്പ് അങ്ങ് പോയില്ല. ഇപ്പോൾ പെരേര വേഴ്സസ് ജോൺസ് പിന്നീട് കാണണമെന്ന് ആർക്കും വലിയ ആഗ്രഹമൊന്നും കാണത്തില്ല. എസ്പെഷ്യലി പെരേര അങ്കലായി ഇപ്പോൾ എടുത്തിട്ട് റെസ്ൽ ചെയ്തൊക്കെ നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന പെരേര വേഴ്സസ് ജോൺ ജോൺസ് കാണാൻ ആർക്കും താല്പര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ജോൺസ് വേഴ്സസ് പെരേര കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. കാര്യം അത് ഹെവിലി വൺ സൈഡഡ് ആയിരിക്കും. പിന്നെ ഈ കാഷ്വൽസിൻ്റെ പെർസ്പെക്റ്റീവിലൊക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഫൈറ്റിൻ്റെ ഒരു കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ പെരേര ഇങ്ങനെയൊക്കെ നിൽക്കുന്നു, ജോൺ ജോൺസ് ഈ ഒരു ഹൈപ്പിൽ നിൽക്കുന്നു, അതായത് രണ്ടുപേരും കൂടെ തമ്മിലുള്ള ഫൈറ്റ് എന്നുള്ള രീതിയിലൊക്കെ അത്ര തന്നെ. അല്ലാതെ ഫൈറ്റ് അത്ര കോമ്പറ്റീറ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ആ ഒരു ഫൈറ്റ് നോക്കി ഈ പറഞ്ഞല്ലോ കാഷ്വൽ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിന് അത്ര തന്നെ. ശരിക്കും പറഞ്ഞാൽ അസ്പിനാലിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് ചെറിയൊരു വിഷമം. കാര്യം അസ്പിനാൽ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്, ഇത്രയും ടാലൻറ്റഡ് ആണ്, ഇത്രയും ആക്റ്റീവാണ്. അന്നേരം ആരെ വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്. അന്നേരം ആ ഒരു രീതിയിൽ നിൽക്കുമ്പോഴത്തേക്ക് ആ ഒരു ടാലൻറ്റ് കളയുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൈം ഇയേഴ്സ് വേസ്റ്റ് ആക്കുന്ന പരിപാടി ഇപ്പം UFC കാണിക്കുന്നത്. കാരണം അതൊക്കെ കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ പറയുന്ന ജോൺ ജോൺസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ ഒരു പരിപാടി ഒട്ടും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടി ജോൺ ജോൺസ് ഫാൻസ് ഇങ്ങനെ ഓടി നടന്ന് എക്സ്ക്യൂസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് കണ്ടല്ലോ നമുക്ക് എന്തോ ഇവർക്ക് ചിന്തിക്കുന്നത് നമ്മൾ വിചാരിക്കും. ഇപ്പം ജോൺ ജോൺസിനോടുള്ള ഹേറ്റഡോ അല്ലെങ്കിൽ അസ്പിനാലിനെ എനിക്ക് ബ്ലൈൻഡായിട്ട് ഇഷ്ടമോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇതാണ്, നമുക്ക് നല്ല ബെസ്റ്റ് ഫൈറ്റുകൾ കാണണം, നമ്മൾ കൂടുതൽ ടാലൻ്റ് ആയിട്ടുള്ള ഫൈറ്റേഴ്സ് വരണം, അവരുടെ ഫൈറ്റ്സ് കാണണം, അത്ര തന്നെ. മാത്രമല്ല ഹെവി ഡിവിഷൻ ഇത്രയും നാളെ ബ്ലോക്ക് ഡിവിഷൻ പോലെ കിടന്നതല്ലേ. അവിടെ കുറച്ച് ടാലൻസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് അത് ശരിക്കും പ്രോപ്പർലി യൂസ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലേക്ക് ഡ്രാഗ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ലോ. മാത്രമല്ല പലരും പറയുന്നുണ്ട് ഒരു മണിയുടെ കേസാണ്. അതായത് ഇപ്പം ജോൺസ് ഒരു ഹ്യൂമങ്കസ് എമൗണ്ട് ചോദിക്കുന്നുണ്ട്, യൂസ് ചെയ്ത് കൊടുക്കാൻ റെഡിയല്ലെന്നൊക്കെ. അത് ശരിക്കും പറഞ്ഞാൽ ജോൺ ജോൺസ് ഇപ്പം അല്ലെ ഗോൾ പോസ്റ്റ് മാറ്റുന്ന പോലെ. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ജോൺ ജോൺസ് അതിനേക്കാളും കൂടുതൽ ഒരു മണി പറയും. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ജോൺസിന് ശരിക്കും ഫൈറ്റ് നടക്കണ്ട. അതിന് ആ രീതിയിലേക്ക് മണി കയറ്റി വെക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം ഇതൊക്കെയാണ് കാര്യങ്ങൾ. അന്നേരം ജോൺസ് വേഴ്സസ് അസ്പിനാൽ ഫൈറ്റ് നടക്കുമെന്നുള്ള കാര്യം ഇനിയും ഡൗട്ടാണ്. അതുകൊണ്ട് ഡിയർ ജോൺസ് ഫാൻസ്, എനിക്ക് തോന്നുന്നത് ജോൺ ജോൺസ് അസ്പിനാലെ ഡക്കിയ തന്നെയാണ്. അതുകൊണ്ട് ജോൺസിന് ആരെയും പേടിയില്ല എന്നൊക്കെ പറയുന്നതിൽ പ്രത്യേകിച്ച് ലോജിക്കൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. Since I won that fight, he's gone completely quiet, and he'll continue to go completely quiet about me until he retires, because there's no way on earth that he's going to fight me. Not a chance. I will retire John Jones without even fighting him.